പേടി ഇറക്കാൻ കഴിയില്ല. നെഞ്ചടിപ്പ് കൂടി കൂടി വരുന്നുണ്ട്. ആശാൻ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. നെഞ്ചടിപ്പ് കൂടി കൂടി വരുന്നുണ്ട് കേട്ടോ. അവൻ്റെ ഉദ്ദേശം എന്താണെന്ന് അറിയില്ലല്ലോ. കൊടുക്കണമെങ്കിൽ താഴത്തെത്തിട്ടോ അല്ലേ ഇത് കീഞ്ഞത് ഇല്ലേ. ഇവിടെ കണ്ട് മെല്ലടി കീഞ്ഞ് താഴത്ത് ഇറങ്ങിയിട്ടുള്ളൂ. ഒരു സ്റ്റെപ്പ് മുളക്കിട്ടെടുത്തു. ഒറ്റ സ്റ്റെപ്പടി കീഞ്ഞിറങ്ങിയ ഞാൻ താഴത്ത് കൂടെ പോകും. മ്ലാവിൻ്റെ സൗണ്ട് ഉണ്ടല്ലേ അതിൻ്റെ മൃഗങ്ങളെ കൂടിനോ വീണ്ടും വെള്ളമാണ് വെള്ളമില്ലപ്പം. ഈ കായികനികൾ ഉണ്ടായിട്ടാ വെള്ളം കുഴിയില്ലല്ലോ. ഇനിയിപ്പോൾ അങ്ങോട്ട് ഇറങ്ങിയോളൂ. ഉണ്ടാതെ വരുന്ന കൊണ്ട് നോക്കട്ടോ താഴത്തൂടെ ശരിക്കും. മ്ലാവ് നല്ല സൗണ്ട് ഉണ്ടാക്കണ്ടല്ലോ. എന്തേ കടുവുണ്ടോ? കടുവുണ്ടോ? അതിലൊരു പോരായുള്ളത് ആന വിട്ടേനി ഇപ്പുറത്ത്. നമ്മൾ വേഗം കൂടെ വന്ന് കറങ്ങി ഏർമാടത്തിൻ്റെ അടുത്തൂടെ വരാതെ താഴത്തൂടെ ടൈഗറിൻ്റെ ടെറിട്ടറിയിൽ അടുത്തുകൂടെ വന്ന് ഇങ്ങനെ ഇതിലെ കയറി ഒറ്റ ഭാഷ ഇതൊക്കെ സൗണ്ട് ഉണ്ട്. മ്ലാവിൻ്റെ സൗണ്ട് ഉണ്ട് കേട്ടോ. ആനത്തില്ലേ ഇനി രാത്രി ചിലപ്പോൾ വരാൻ മതി. എന്നാ പൊറോട്ട എടുത്ത് മേലെ വെച്ചാലോ? പൊറോട്ട പുറത്തൊക്കെ അല്ലേ സ്മെല്ലിട്ടില്ല. ഇന്നലെ ഞാൻ വരികയാണെങ്കിൽ കാണിച്ചു തരട്ടോ. കാണിച്ചു തരാമെന്ന് കഴിയില്ല. സൗണ്ട് കേൾക്കാനേ കഴിയുള്ളൂ. ഇപ്പം നിങ്ങൾ കേട്ടില്ലേ അന്നെ. ഓക്കെ എന്നാൽ ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ്. നല്ല തണുപ്പാട്ടോ. സമയം മാറുക. രാത്രിയിലെ കാറ്റ് തണുപ്പ് കൂടിയിട്ട് ഇവിടെ അടച്ചാ. സൂര്യൻ ഉദിച്ചു വരുന്നു. സൂര്യൻ്റെ കിരണങ്ങളതാ പൊന്തി വരുന്നത്. സൂര്യകിരണങ്ങൾ ഇന്ന് ബേക്കിലൂടെ വരുന്നത്. ഈ മലൻ്റെ അപ്പുറത്തൂടെ ആണല്ലോ വരുന്നത് അല്ലേ? കാണൂല നമ്മൾ. അതുകൊണ്ട് വലിയൊരു പ്രകാശം കുറേ നേരം കഴിയും. ആ മലൻ്റെ വലിയ മലൻ്റെ കൂർത്ത മല എന്നല്ല, അതിൻ്റെ അപ്പുറത്തുനിന്നാണ് വരുന്നത് പ്രകാശം. അപ്പോൾ എന്താ വെച്ചാൽ ഈ വലിയ മലൻ്റെ മുകളിൽ കൂടെ വരണം. അതുകൊണ്ട് കുറേ ടൈം എടുക്കും. ഇന്നലെ ആന ഏടേനെ അറിയോ? ഇതവിടെ ഇവിടെ ആന അയിമക്കൂടെ ഒക്കെ ചവിട്ടി കയറിയാൽ പോയി. കണ്ടോ ഒരു കൊമ്പൊടിഞ്ഞ് കിടക്കുന്നുണ്ട്. നിങ്ങൾ ഒരു താഴ്ച ഇതിലൂടെ ഇങ്ങനെ കയറി എന്താ അതിലൂടെ ഇങ്ങനെ വന്ന് ഇതിലങ്ങനെ റൗണ്ട് അടിച്ച്
ഇതിലെങ്ങനെ നമ്മളെ വേരക്കൻ്റെ അതിലെ വന്നത് അതിലെങ്ങനെ വന്ന് അതിലെങ്ങനെ പോയി. ഇവിടെ വന്നപ്പോഴാണ് നമ്മൾ ചുമച്ച്. അപ്പോൾ അതിൽ ആശാന ഒറ്റ പോക്ക് താഴത്തൂടെ. നമ്മളിതിലെങ്ങനെ പോകുമ്പോൾ കാണുന്നുണ്ട് ആശാനെ. ആനകൾ വീണ്ടും ഇവിടെ കയറിയാണ്. നമ്മളെ കുറച്ചുകൂടി കിടക്കട്ടെ, ഇന്നൊന്ന് ആസ്വദിക്കട്ടെ കിടന്നിട്ട് കേട്ടോ. രാത്രി 12 മണി വരെ ആന നമ്മളെ സ്വീപ്പാക്കി അല്ലേ. എന്താ മൂടെന്ന് അറിയില്ല. കാലത്ത് നമ്മൾ പൊറാട്ട തൂക്കിയിട്ടിനി. അപ്പോൾ നമുക്ക് ഈ ആന ഉണ്ടാകുമ്പോൾ താഴത്തേക്ക് ഇറങ്ങിയിട്ട് ആ പൊറാട്ട എടുത്ത് മാറ്റിയേക്കാൻ കഴിയില്ല. അപ്പോൾ ആ ഒരു ധൈര്യക്കുറവുകൊണ്ട് അങ്ങനെ നിന്ന് കുറേ നേരം. ആ പൊറാട്ടക്കും വേണ്ടി എടുത്ത് വലിച്ചാലേ താഴത്തുള്ള ഏറുമാടത്തുമ്പോൾ കയറി വലിച്ചാളും. ചണമേലേക്ക് ഓനെ എത്തുമല്ലോ, കയറി എന്നാലും തുമ്പിക്കൈ എത്തും. അപ്പോൾ വലിയൊരു വിഷയമാണ്. സ്വപ്നം കണ്ടതെല്ലാം ഉള്ളിനുള്ളിൽ തൂകി, സ്നേഹം നോൽക്കും നാളേ സ്വർഗം തന്നെ നീ, തീരത്തേതോ നാളിൽ പണ്ടേ ഇഷ്ടം തേടി അലഞ്ഞെന്നെ. അവിടെ നോക്കിയ മക്കളെ, ഈ ഒരു മല കാണലായിരുന്നറിയോ. ഞങ്ങൾ കഴിഞ്ഞ ഒരു 3 ദിവസം മുമ്പ് നമ്മൾ ഊട്ടി പോയിട്ട് ഒരു ജസ്റ്റ് ഒരു മൂഡിന് വൈകുന്നേരം രാത്രി ആയപ്പോൾ ചൂട് സഹിക്കാൻ കഴിയാതായപ്പോൾ ഞങ്ങൾ കാറെടുത്ത് നേരെ വീട്ടിൽ കയറിയിട്ട് ഒരു പാൻറ് എടുത്തിട്ട് ഒരു പാൻറ് ഷർട്ട് എടുത്ത് ഒറ്റ പോക്ക്. ആ ഒരു പോക്ക് പോയി തിരിച്ച് ഞങ്ങൾ പിറ്റേന്ന് വൈകുന്നേരം എത്തിയല്ലേ. ആ വൈകുന്നേരം തിരിച്ച് വരുന്ന വരവിൽ ഞങ്ങൾ ഈ മല ഇവിടുന്ന് ലൊക്കേഷൻ ഉണ്ടല്ലോ, ഈ ലൊക്കേഷൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സാറ്റലൈറ്റ് വഴി നോക്കി കഴിഞ്ഞാൽ നമ്മളെ ഫോട്ടോസിൻ്റെ ലൊക്കേഷൻ കാണാമല്ലോ. അപ്പോൾ ഈ ഒരു ലൊക്കേഷനും ആ ലൊക്കേഷൻ നോക്കുമ്പോൾ അടുത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. ഈ മലകളൊക്കെ നമുക്ക് അവിടുന്ന് കാണാം. നമ്മൾ ഈ നാടുകാണി ചുരം ഇറങ്ങി വരുന്ന സമയത്ത് നമുക്ക് ഈ മലകൾ കാണാം. അങ്ങനെ ഏറ്റവും ഹൈറ്റുള്ള മലകൾ ഇതാണ് അവിടുന്ന് നോക്കുമ്പോൾ. അപ്പോൾ ആ മലകളൊക്കെ ആയിട്ട് നമുക്ക് അവിടുന്ന് കാണാം. ഏത് ഭാഗത്ത് പോയാലും സുഖം അല്ലേ. മേപ്പാടി പോയാലും അവിടുന്ന് ഇങ്ങോട്ടും കാണാം, ചെമ്പ്ര കയറിയാൽ കാണാം. ആണ് ഏറ്റവും ഉയരം കൂടിയ മലകളായതുകൊണ്ട് എവിടുന്നും കാണാം. കണ്ടോ, സൂര്യൻ അവിടുന്നാണ് പൊന്തുന്നത്. അതുകൊണ്ട് ഇങ്ങോട്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല. ലൈറ്റിങ് ഫുൾ അങ്ങോട്ട് പോകും. ധൈര്യമായിട്ട് താത്തിട്ടോളി. സൂര്യൻ അവിടുന്നാണ് പൊന്തുന്നത്. അവിടുന്ന് പൊന്തുന്നതുകൊണ്ട് കുറച്ചും കൂടി പൊന്തിയാൽ മാത്രമേ നമുക്ക് ലൈറ്റ് കിട്ടുള്ളൂ എന്ന് വിചാരിക്കണേ. ഈ സൂര്യൻ പൊന്തിയാൽ മാത്രമേ അവൻ്റെ ഏത് മൂഡിലാണ് പോകുന്നത് അറിയില്ലേ. നോക്കിട്ടോ, അവിടുന്ന് എത്ര പക്ഷികളാണ് പാറിപ്പോണ നോക്കണം. ഈ ഓലഞ്ഞാലിക്കുരുവിയൊക്കെ മലമേക്ക് വെച്ചുണ്ടാക്കുന്നത്. ഈ ഓലോഞ്ഞാലികൾ എത്രയേ ഇവിടെ ഉള്ള അറിയോ. പാറി എങ്ങനെ പോട്ടോ. കിളികളൊക്കെയാണ് പോണ്. എത്ര നമുക്ക് അറിയണ്ട്. ഈ ഓലോഞ്ഞാലിയാണ് ഭയങ്കര സംഭവം. എത്ര പോണ് മാത്രം ഓലോഞ്ഞാലി ഇവിടെ ഉണ്ടല്ലേ. പക്ഷികൾ കുറേ നിറയെ ഉണ്ട്. ഒരു പക്ഷി സങ്കേതമാക്കാണെങ്കിൽ അതൊക്കെ പോണോക്ക് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. നിറയെ ഉണ്ട്. ഇപ്പോൾ ഒരു 10-15 ഇങ്ങനെ ഒരേ റൂട്ടിൽ ഇങ്ങനെ സഞ്ചരിച്ച് കണ്ടപ്പോഴാണ് ഞാൻ വീഡിയോ എടുത്ത് പറഞ്ഞില്ലേ സൂര്യൻ ആ ഭാഗത്തു നിന്നാണ് പോകുന്നത്. സാധാരണ അവിടുന്ന് നമ്മൾ വന്ന് ഇവിടെ ഏറുമാടം കിട്ടിയ സമയത്തൊക്കെ അവിടുന്ന് പൊന്തിന്. പിന്നെ ഇങ്ങനെ ഇവിടെ എത്തി. അപ്പോൾ അവിടെ എത്തി. ദിശകൾ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. കണ്ടോ, ഇനി അവിടുന്നാണ് പൊന്തി കഴിഞ്ഞാൽ ലൈറ്റ് ഇങ്ങോട്ട് എത്തും. എനിക്കപ്പോൾ ലൈറ്റ് നിൽക്കണ നോക്കി എന്ത് രസം കാണാനല്ലേ. കാട്ടിലേക്ക് കണ്ട് ലൈറ്റ് അടിച്ചിട്ട് ഭയങ്കര ഭംഗി. ലൈറ്റ് ആ മലൻ്റെ മുകളിൽ കൂടെ അവിടേക്കൊക്കെ എത്തി കേട്ടോ. ശരിക്ക് പൊന്തിയാലേ ഞമ്മക്ക് കിട്ടുള്ളൂ. പക്ഷികളെ ഓട്ടൊക്കെ നിന്നില്ലേ വെയിലടിച്ചുകൊണ്ട്. ദൂരം പൊന്തിയപ്പോൾ നോക്കിയത് ഫുള്ള് മറിച്ചിട്ട് സുഖമായിട്ടൊന്നും കൂടി ചുമ്മാ റെസ്റ്റ് എടുക്കുക. ഇന്നലെ ആ പേരൊക്കെ ഫുള്ള് ആന തിന്നുണ്ടാവോ, ഉള്ള പേരക്കൊക്കെ. അപ്പോൾ നമ്മൾ താഴത്തേക്ക് എത്തി. ചായ ഒക്കെ ഉണ്ടാക്കാനുള്ള പരിപാടികളാണ്. ഇതാ സാധനങ്ങളൊക്കെ ഇറക്കിക്കൊണ്ടിരിക്കുന്നു. കേട്ടോ, അതൊക്കെ സാധനങ്ങളൊക്കെ ഇറക്കി. പൊറാട്ട ഉണ്ട്, ചട്ടി ചൂടാക്കാൻ, പ്ലേറ്റുകൾ, ഗ്ലാസ്സുകൾ, കറി, എല്ലാ സാധനം ഇറക്കി. കറി ചൂടാക്കണ്ടേ? കറി ചൂടാക്കണ്ടേ?
കറി ഇതിലല്ലേ ചൂടാക്കല്, ചീനച്ചട്ടിയിൽ തന്നെ അല്ലേ അന്ന് ചൂടാക്കിന്? പൊറോട്ട ചൂടാക്കിയിട്ട്. അപ്പൊ എന്നാ തീ കൂട്ടി, ഞാനൊരു കോള് ചെയ്യണം വീട്ടിൽ, കുട്ടിക്ക് പനി ആയതുകൊണ്ട് ഒന്ന് കോൾ ചെയ്യാം കേട്ടോ. ഓക്കെ, കോൾ ചെയ്തിട്ട് വരാം. ഒന്ന് റേഞ്ച് കിട്ടണടുത്ത് പോട്ടെ. റേഞ്ച് പിടിക്കാൻ വേണ്ടിയിട്ട് തിരിച്ച് പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ രാവിലെ തന്നെ പേരക്ക ഹണ്ടിങ്ങിന് ഇറങ്ങി കേട്ടോ. പേരക്ക ഉണ്ടോയെന്ന് അറിയില്ല, എന്നാലും പ്രവീണിൻ്റെ വേക്ക് കഴിക്കാം കേട്ടോ. ഇജ്ജ് മുന്നിൽ കയറിക്കോ. പേരക്ക ഉണ്ടോയെന്ന് അറിയില്ല, എന്നാലും ഹണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയാണ്. വിമലനെ ഉണ്ടായിന് അന്ന് കുറേ പേരക്ക. ഓ ഉണ്ട് പേരക്ക ഉണ്ട്. ഇതാ ഇവിടെതാ പരിക്കട കുട്ട മക്കാവോ പരിക്ക്. പൗതിക്ക കിളി കൊത്തിപ്പോയിന്, കിളികൾക്കും വേണ്ടേ. യെസ് മാൻ. കുറവാല്ലേ ഐറ്റം കുറവാ. അവിടെ ഐറ്റം കുറവാണ്. അവിടെ ഇവിടെ വന്ന് കണ്ടിന്, ഇവിടെ വന്ന് കണ്ടിന്. ഇവിടെ കുറവാണ് അല്ലേ എണ്ണം, കഴിഞ്ഞ അതാണ്. ഇവിടെ എവിടെയോന്ന് ഞാൻ കണ്ടിനി തുഞ്ചത്ത്. കളറൊക്കെ നല്ല മധുരമുള്ള പേരക്ക. ഇവിടെ നോക്കാം. ഇവിടെ ഇപ്പൊ വന്നാല് രാവിലെ ഫുള്ള് ഫ്രൂട്ട്സാ ഭക്ഷണം അല്ലേ. പേരക്കന്റെ അറിയാ അയമല് 1 2 3 4 5 ഒരുപാടുണ്ട്. വലിയ പേരക്ക. പേരക്കുകൾ ഇഷ്ടം പോലെ നിറയെ ഉണ്ട് കേട്ടോ. ഒരു മരത്തുമ്മ അന്ന് കുറേ ഉള്ള മരത്തുമ്മൽ ഇന്ന് കുറവാണ്, അന്ന് കുറച്ചുള്ള മരത്തുമ്മൽ ഇപ്പോൾ കൂടുതലാണ്. രാവിലത്തെ പ്രഭാത സവാരിക്ക് ഇറങ്ങിയാൽ കിട്ടിയ പേരൊക്കെയാണ്. സവാരിക്ക് ഇറങ്ങിയപ്പോൾ കിട്ടിയ പേരക്ക. നിറയെ ഉണ്ട് ലൈമല്, വലിയ വലിയ പേരൊക്കെ. ഇതെന്താ വിൽപ്പനക്ക് വെക്കാലോ. ഉണ്ടോ പഴയ ഏലക്കൻ്റെ അവശിഷ്ടങ്ങളൊക്കെ. ഏലക്ക ഉണ്ട് ഇവിടെ, ബാക്കിയൊക്കെ ചെന്നക്കൂവിയും കൂവിയാണ്. ഏലക്കതിൻ്റെ തന്നെ ഒരു മാറ്റം തന്നെ ഉണ്ട്. അതിനോട് അറിയും ഏലക്കക്ക്. ഏലക്കക്ക് വേറെ തന്നെ ഒരു ഇലയാണല്ലോ. അതൊക്കെ അതാ ഓടിച്ചിട്ടാണ് ഇതിലൂടെ വന്നിങ്ങനെ കയറിയതാണ്. അങ്ങനെ പറയാം. എന്നാലും നമ്മളെ ബാക്ക് ഭാഗത്ത് നിന്ന് നമുക്ക് അടുക്കണതിൻ്റെ ഇപ്പുറം സൈഡിൽ നിന്നാണ് ഒച്ച കേട്ടോ. അവിടെ നിന്ന് ഇങ്ങനെ വന്ന് സ്ഥിരമായിട്ട് വരുന്നുണ്ട്. അപ്പം പേരൊക്കെ എടുത്തിട്ടോ. എടുക്ക്, ഇവിടെ പോവാ. ഇനി നമുക്ക് കുറേ പേരക്കുകളുണ്ട്. അപ്പോൾ നമ്മൾ ചായയൊക്കെ കുടിച്ചാക്കും പോലെ വരാം. ഇതാക്കും പോലെ ബാക്കിയുള്ള പേരക്കുകൾ വെക്കാം. ഇനിയിപ്പോൾ മഴക്കാലം ആയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ആന കാണാം കേട്ടോ. ചക്ക എന്നാൻ വരുമ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്ന് പകലൊക്കെ വീഡിയോ എടുക്കാം. മഴക്കാലത്ത് ഉള്ളിൽ ഒളിച്ചിക്കൊന്നുമില്ല, തെണ്ടിക്കറങ്ങി ഇങ്ങനെ നടക്കുള്ളൂ.
നമ്മളെ ചായ റണ്ണിങ് കണ്ടീഷനാണ്. ചായ ആയിട്ടുണ്ട്. ഇനി നമുക്ക് കറി ചൂടാക്കണം, പൊറോട്ട ഉണ്ടാക്കണം. ഇന്നാളത്തെ അത്ര പേരൊക്കെ ഇല്ലെങ്കിലും പ്രാവശ്യം അത്യാവശ്യം പേരൊക്കെ ഉണ്ട്. നാളെ രാവിലെ ഇറങ്ങിയപ്പോൾ ഇതിനേക്കാളൊക്കെ എത്രയോ പേരൊക്കെ കിട്ടി. ഇന്നത് എത്ര ഉണ്ട്. ഓക്കെ, പൊറോട്ട ചൂടാക്കാം ആദ്യം. പൊറോട്ട ചൂടാക്കാം. ആ പ്ലേറ്റ് കഴിച്ചല്ലേ? എന്നാ പ്ലേറ്റ് ഇങ്ങോട്ട് കൊണ്ടേക്ക്. ഒന്ന് പൊറോട്ട ഇട്ട് ഇങ്ങനെ ചുറ്റ നമുക്ക്. അങ്ങനെ പൊറോട്ട ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പണി ഇതാണ്. പൊറോട്ട നല്ല ചൂടാക്കും വൃത്തിക്ക്. കാരണം പൊറോട്ട വാങ്ങി വീട്ടിലെത്തി പിന്നെ തിന്നാനും പിറ്റേന്ന് വീട്ടിലാരും ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചൂടാക്കി തരും. അപ്പോൾ അതുകൊണ്ട് തന്നെ പൊറോട്ട ചൂടാക്കാൻ പഠിച്ചിട്ടുണ്ട്. ഒരു നല്ല പ്രതലം കിട്ടുകയാണെങ്കിൽ ഞാൻ 2 അടി അടിച്ചു. ഗ്രാനൈറ്റ് കൊണ്ട് ഒന്ന് ഉണ്ടാക്കണം. ഒരു ടേബിൾ ഉണ്ടാക്കണം. ആ പ്ലേറ്റ് ഉണ്ടോ? അങ്ങനെ ചിക്കൻ കറി ചൂടാക്കണ പരിപാടിയിലേക്ക് എത്തിയിട്ടുണ്ട്. ക്യാമ്പ് ഫയർ ഇതൊക്കെ വാരണം. പ്രവീണിൽ നിന്ന് ഇറങ്ങണം എന്നാണ് പറയുന്നത് താഴത്തേക്ക്. നമുക്കെന്താ സ്ഥിതി? അങ്ങനെ നമ്മളെ ഫുഡ് അടി സ്റ്റാർട്ടായിട്ടുണ്ട്. ഇതാ ഉണ്ടോ, സെറ്റല്ലേ? പൊറോട്ട ഒക്കെ കഴിഞ്ഞില്ലേ? പൊറോട്ട കഴിഞ്ഞില്ലേ? സെറ്റല്ലേ? ചായ അതോ, ചായ കുടിക്കാനും വേണം നല്ല ആംബിയൻസ് അല്ലേ? നമുക്ക് വേനലിലേക്കുള്ള ഒരു മരം തള്ളിയിടാൻ വേണ്ടിയിട്ട് ആ പൂടുവണ്ണീൻ്റെ മരം തള്ളിയിട്ടോ. ഏതായാലും ഇവിടെ ആവശ്യമില്ലാത്ത മരങ്ങളാണ് പൂടുവണ്ണിയൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് തള്ളിയിട്ടാൽ നമുക്ക് വേനൽക്ക് കത്തിക്കാം. ഇവരെന്തായാലും കാട് വെട്ടുന്ന സമയത്ത് എന്തായാലും ഒഴിവാക്കും. ഓക്കെ, ഇതിനൊരു ആവശ്യമില്ലാത്ത മരങ്ങളാണല്ലോ, പായ് മരങ്ങളല്ലേ, പൂടുവണ്ണി ഒരു ആവശ്യമില്ല. അപ്പോൾ അതിനെ തള്ളിയിട്ടാണ്. അവൻ്റെ റമീസേ, അപ്പോൾ നമ്മൾ വെള്ളമല്ല, തീരെ വെള്ളമല്ല. അപ്പോൾ നമ്മൾ വെള്ളം എടുക്കണം. നമ്മളെ വെള്ളത്തിൻ്റെ അവിടെ ഉണ്ടോ ഇല്ലേ എന്താണ് ഒന്നും അറിയില്ല. ആന പരതി നടക്കണം ഇവിടെ ഇല്ലേ. അതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ എന്തുകൊണ്ടോ അവിടെ എന്തെങ്കിലും ബാക്കി ഉണ്ടോ എന്നുള്ളതൊന്ന് പോയി നോക്കാം. കാരണം അതിൽക്കൂടെ കയറി വരുന്നു. ഇപ്പോൾ വെള്ളക്കുഴിൻ്റെ അടുത്തുനിന്നൊക്കെയായിരിക്കും കയറി വരുന്നു. അപ്പോൾ ചവിട്ടി അടിച്ച് പൊളിച്ചിടാന്നുള്ളൂ. നമ്മൾ കുളിക്കാനുള്ള സൗകര്യം ഉണ്ടോ എന്നുള്ളതൊന്ന് പോയി വരാം. കുളിക്കാം, കുറച്ച് പരിപാടികളുണ്ട്. ഓക്കെ, നല്ല ഇറങ്ങട്ടെ. വെള്ളം എടുക്കണം, കുളിക്കണം. റെസ്റ്റിലല്ല നമ്മൾ 2 ദിവസം. ആ 2 മരം മുറിച്ചപ്പെടാനുള്ളൊരു ഇരിക്കണം. അപ്പോൾ ഞങ്ങൾ യാത്ര തിരിച്ചിട്ടോ നല്ല പോട്ടെ വെള്ളം എടുക്കാൻ. റവി ഞാൻ കാട്ടിൽ നിന്ന് കെട്ടി മറിഞ്ഞു പോകണ്ട. ഞങ്ങൾ വേറൊരു സ്ഥലത്ത് പോയി. അവിടെ നമ്മളെ വനദുർഗ ക്ഷേത്രമല്ലേ, നമ്മളെ പഴയ ജോസഫിൻ്റെ അവിടെ ഉള്ള ആ ക്ഷേത്രത്തിലെ ഉത്സവമാണ് കേട്ടോ. 1-1 തീയതി 30 തീയതി തോന്നുന്നു. അപ്പോൾ അങ്ങോട്ടുള്ള സാധനങ്ങളായിട്ട് പോയതിന് ഞങ്ങൾ ആ ഉത്സവത്തിന് 2 ദിവസം അവിടെ ഉണ്ടാവും. കാട്ടിൽ നമ്മളില്ലാതെ എന്ത് ഉത്സവം. അപ്പോൾ ആ ഉത്സവം ഒന്ന് കൂടണം. അതുപോലെ അവിടുന്ന് നമ്മൾ അസീക്കൻ്റെ ഏർമാടം കെട്ടണം. അപ്പോൾ ആ ഉത്സവത്തിൻ്റെ 2-3 ദിവസം ആ വീട്ടിൽ അവിടെ അസീക്കൻ്റെ വീട്ടിൽ താമസിച്ച് അവിടുന്ന് ഏർമാടൊക്കെ കെട്ടി ഉത്സവമൊക്കെ കൂടി ഇങ്ങനെ ഇറങ്ങാമെന്നാണ് കാഴ്ചപ്പാട്. അപ്പോൾ ഞങ്ങളിപ്പോൾ വെള്ളം എടുക്കാൻ വേണ്ടി പോവാണ്. വെള്ളം എടുക്കൽ ആൻഡ് കുളി, ഇത് രണ്ടുണ്ട് കാര്യം.
വെള്ളം എടുക്കാൻ കഴിയുമോ എന്നുള്ള അറിയില്ല, പോയി നോക്കാം. നല്ല ഇറക്കാട്ടപ്പം, ആന നല്ല ഇറക്കാണ് ഇപ്പോൾ പറയാം. എന്നാലും അതിലൊക്കെ കയറി നമുക്ക് ഇറങ്ങി തിരിഞ്ഞ് താഴെ തന്നെ എത്തിയെന്ന് അറിയാം. ആന തിരിച്ചുണ്ടാവും. അങ്ങനെ വറ്റിയിട്ടൊന്നുമില്ല, ഇത് വന്ന് അടഞ്ഞു കിടക്കുക. തുറന്നിട്ടാലോ? വെള്ളം നല്ല പോക്കാ, തുറന്നിട്ടാ മതി. എനിക്കിവിടെ വെള്ളമായിക്കോ. മതി. അതൊന്ന് ആട്ടി കൊടുത്താ അവിടുത്തെ ചളിവെള്ളമൊക്കെ ഒന്ന്. അങ്ങനെ ആട്ടിയിട്ട് കാര്യമില്ല. 5 മിനിറ്റ് പോരെ, നമുക്ക് ആകെ അരമണിക്കൂർ പോരെ. ആ ഒഴിവാക്കിയോളാം, അടിത്തെടുത്തോളാം. ഇങ്ങോട്ടൊന്ന് ഇളക്കി വിട്ടോളാം, ഇളക്കിയാൽ വിട്ടോളാം. അടിത്തെടുത്തിട്ട് അവിടെ പോയിക്കോട്ടെ, ക്ലിയർ ആയിക്കോട്ടെ. വെള്ളം പെട്ടെന്ന് അറിയാലോ. ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മളേ ഇത് തുറന്നിട്ട് കൊടുക്കട്ടോ. മുകൾ ഭാഗത്തുള്ള ഈ ഇലകളൊക്കെ വീണ് നാശമായി കിടക്കേനി. അപ്പോൾ അടിഭാഗം തുറന്നിട്ട് കൊടുത്താൽ ഒറ്റ പോക്കട് പോയിക്കോളും. എന്നിട്ട് അവിടുന്ന് ഇങ്ങോട്ട് കലക്കി പോര്. വെയിലിന് ചൂടുണ്ട് കേട്ടോ അവിടെ. ഹ്യൂമിഡിറ്റി സമാധാനം ഉണ്ട് ഇവിടെ. നല്ല തേനീച്ച ഉണ്ട് ഇതൊക്കെ ഉണ്ടോ? എന്നിട്ട് ഇളക്കിയാൽ പോര്. ചളി ഉണ്ടോ? വാരാൻ കഴിയാണെങ്കിൽ വാരി കുറച്ച്. ഉണ്ടോ? ഡാം പൊട്ടിച്ചിട്ടോ, കലങ്ങിയ വെള്ളം തച്ചാലും ചേറിനോട് പോട്ടറച്ച്. വെള്ളത്തിന് ഇവിടെ ഒരു ഉറവിന് ഒരു കുറവില്ല കേട്ടോ. എന്തൊരു പെട്ടെന്ന് കുറയണമൊക്കെ വെള്ളം തുറന്നാട്ടേല്. അതിൻ്റെ ഉറവോക്ക് ഉറവോക്ക് എന്തൊരു പെട്ടെന്ന് പറ്റുന്ന നോക്കൂ. റമീസേ, ഏതായാലും പറ്റിയല്ലേ, നമുക്ക് ആ വലിയ കല്ലെടുത്ത് ഒഴിവാക്കിയാലോ. നമ്മൾ സുഖമായിട്ട് ഇറങ്ങി മുങ്ങാം. ആ വലിയ കല്ല് ഇപ്പോൾ തെളിഞ്ഞു തരണല്ലേ, നല്ല മുങ്ങി കൂടെ. താത്തണ്ട, വെള്ളം പൊന്തുണ്ടല്ലോ അവിടെ. അത് മാത്രം നമുക്ക് തടസ്സമുള്ള കല്ല്. അല്ലെങ്കിൽ ഈ കല്ലും ഈ വലിയ കല്ല് എടുക്കാൻ കഴിയുമോ? അല്ലല്ലോ, മറ്റെല്ലാം എടുക്കാൻ കഴിയുള്ളൂ. വെള്ളത്തിൻ്റെ ഉറവൊക്കെയാണ് മക്കളെ. ഇതാണ് നമ്മളെ ധൈര്യം. വറ്റി എന്തൊരു പെട്ടെന്ന് വറ്റി നോക്ക്. വെൽ ഡൺ. സൈഡിൽ കല്ലൊക്കെ ഉണ്ടല്ലേ, ചളിയാവൂലേ? ചളിയില്ലേ?
ആ കല്ലും കൂടി എടുത്താൽ നമുക്ക് മുങ്ങാനുള്ള വെള്ളം ഉണ്ടാവും. സുഖമായിട്ട് മുങ്ങാം. ഇതിപ്പോൾ ആ ഇടയിൽ ഗ്യാപ്പ് ഉണ്ടായിട്ട് നമുക്ക് മുങ്ങാൻ കഴിയാത്ത. അതിൻ്റെ ഒട്ടത്തെ മണ്ണും മഴ ശ്രദ്ധിക്കട്ടെ റമീസേ, ശ്രദ്ധിക്കും. ശ്രദ്ധിക്കാൻ പോനെ. ചെച്ചടച്ചെടുത്താലാണ് കല്ലോ വേണ്ട, ചെറിയ കല്ല് അട്ടിയേക്കണല്ലേ. ആടെ നോട്ടെ, നമുക്ക് അവിടെ ഇട്ടേക്കാം. മറ്റേ കല്ല് മാത്രം മാറ്റിയാൽ മതി. ആ ചെറിയ കല്ലൊക്കെ മാറ്റിയാൽ ഒന്ന് ഇളക്കി കൊടുത്താ. അവിടെ തിരിച്ചേക്കാൻ പറ്റുമോ? ഓ സെറ്റ്. ഇളകൂലല്ലോ. അടിയിൽ കല്ലിട്ട് കൊടുത്താ. അടിയിലൊരു സപ്പോർട്ട് കൊടുക്കും. അത് ഫുള്ള് കാലിയാകും സാർ. എന്നാ ഇളക്കാളൊന്ന് അവിടെ മറ്റേ ഇത് ആരോന്ന് ആ മീനിനെ ചോദിച്ചിട്ടോ. ആ മീനാടാ കണ്ടോ നിൽക്കുന്നുണ്ടോ? ആ ഒന്നല്ല, രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് ഇതിലങ്ങോട്ട് ഇറങ്ങി, മറ്റേ കൂടെ ഒന്ന് ജോയിൻ ചെയ്ത്. ഇപ്പോൾ പോയോ? കാണാമല്ലോ. കലക്കുണ്ട് ആശാൻ. ചെടി ഫുള്ള് വാരിയാണ്. ചെടി വാരാനൊന്നുമില്ല, ഓൾറെഡി അടി കണ്ടോ മീനെ കണ്ടോ? അവിടെ ഉണ്ട് കേട്ടോ ആശാൻ. ഇതുണ്ടോ ഊണ് ഉണ്ടോ? കുറേ ഉണ്ട് കേട്ടോ. ചെറിയ ചെറിയതൊക്കെ ഇതാ ഇറങ്ങിയത് മനസ്സേ. ചെറിയതൊക്കെ ഇറങ്ങിയത് ഇതാണ്ടോ ഇവിടെ ഇതൊക്കെ ഐറ്റം. അത് നോക്ക അതിന്റെ വലിപ്പോ. മീൻകറി ചോറുന്നുണ്ട് വരും തോന്നുന്നുണ്ട്. നോക്ക് വലിപ്പം നോക്ക്. ഇത് നിറയെ മീന്. അയ്യോ അതിന്റെ വലിപ്പം നോക്ക്. ഉണ്ടോ? അതിന്റെ വലിപ്പം നോക്കി. ഈ ചെറിയ വെള്ളത്തിലായിട്ടാണ് കേട്ടോ. ഒന്ന് രണ്ടതായത് തോന്നുന്നു. രണ്ടോന്നല്ല കേട്ടോ, നിറയണ്ടേ. കണ്ടോ? ഇതാണ് നമ്മളെ പരിപാടികൾ കേട്ടോ. അങ്ങനെ വെള്ളം നന്നാക്കി വീണ്ടും 10-15 ദിവസമായില്ലേ? 10-15 ദിവസമായില്ല എന്തായാലും. അപ്പോൾ വെള്ളം കാര്യങ്ങളൊക്കെ നന്നാക്കിയിട്ടുണ്ട്. ഫുള്ള് അടിയിലൊക്കെ കല്ല് ബാക്കി കൊടുക്കുകയാണ്. സൈഡത്തെ കല്ല് ഫുള്ള് ഒഴിവാക്കി. ഇനിയിപ്പോൾ എന്താ പറയുക, നല്ലൊരു മുങ്ങി കയറാം. ഒന്ന് കുളിച്ച് ഇങ്ങനെ കയറാം മുങ്ങിയായിട്ട്. സെറ്റായില്ലേ?